ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിഭജന യാത്ര തുടങ്ങിയതോടുകൂടി ഷജറകൾ പൂർണ്ണമായും സമസ്തയെ കൈയടക്കി പിടിച്ചിരിക്കുകയാണ്. ഓരോ യൂണിറ്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു വാർഡിൽ നിന്ന് ഒന്നോ രണ്ടോ പേർ ചേർന്ന് ഒരു ചെറിയൊരു ആൾക്കൂട്ടമായി ആ ആൾക്കൂട്ടം ഒരു സ്ഥലത്ത് തിങ്ങിക്കൂടുമ്പോ ഒരു സദസ്സ് ഭംഗിയായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഫിത്തനക്കാരായിട്ടുള്ള ഷജറകൾ നാല് പാടും വന്ന് കൂടിയതാണെന്ന് എല്ലാവരും തിരിച്ചറിയുക. എന്നിട്ട് അവരെന്താ പറയുന്നത്? സമസ്ത എന്ന് പറഞ്ഞാൽ അത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സംഘമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. യാത്രയിൽ ആരെ പങ്കെടുപ്പിക്കണം ആരെ പങ്കെടുപ്പിക്കരുത് എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. എന്നിട്ട് സമസ്തയുടെ ബഹുഭൂരിപക്ഷം വരുന്ന അണികളെ പുറത്താക്കുക. ഗേറ്റ് വേഗം അടക്കണം. ഗേറ്റ് വേഗം അടക്കണം. കമ്മിന്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ ഗേറ്റ് വേഗം അടക്കണം. മൂരി കയ്യെന്ന് പോയിട്ടുണ്ട്. എന്നിട്ട് മലബാർ മുതൽ കാസർഗോഡ് വരെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ പങ്കെടുത്താൽ അല്ലെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള പാണക്കാട് സാദാത്യങ്ങൾ പങ്കെടുത്താൽ പറയുക അവർ വലിഞ്ഞു കയറി വന്നതാണ്. തൽക്കാലം അബ്ദുൽ ഹമീദ് അമ്പലക്കടവിന് നടക്ക. ഇത് എന്റേതാണോ സമസ്ത? ഈ സംഘടന എന്റേതാണോ? ബഹുഭൂരിപക്ഷം ഒരു വോട്ടെടുപ്പ് നടത്താണ്ട് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും വടക്കേക്കാട് അബ്ദുസലാം ബാക്കവിയും ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുക്കം ഉമർ ഫൈസിയും യാവി അബ്ദുറഹ്മാൻ മുസ്ലിയാരും അടങ്ങുന്ന ഈ ഫിത്ന സംഘം നിങ്ങളൊരു വോട്ടെടുപ്പ് നടത്താണ്ട സമസ്തയില്. നിങ്ങൾ അടപ്പാണ്ട് ഊരും. നിങ്ങൾ എത്ര ഉണ്ട്? നിങ്ങൾ എത്ര ആളുകളുണ്ട്? ഈ ഷജറകൾക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ചില മുഷാവറങ്ങളുടെയും ചില റബ്ബർ സ്റ്റാമ്പുകളായിട്ടുള്ള വാ തുറക്കാത്ത മുഷാവറയിൽ കയറി കൂടിയ ചില ആളുകളുടെയും പിന്തുണയുണ്ടെന്ന് കരുതി വല്ലാതെ തുള്ളണ്ട. ഗേറ്റ് വേഗം അടക്കണം. ഗേറ്റ് വേഗം അടക്കണം. കമ്മിന്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ ഗേറ്റ് വേഗം അടക്കണം. മൂരി കയ്യെന്ന് പോയിട്ടുണ്ട്. അഖില സുന്നത്തുൽ ജമാഅത്തിന് വേണ്ടി സംഘടനയിൽ കൂടിയതാണ്, അല്ലാതെ സംഘടനയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇസ്ലാം ആയതല്ല, മുസ്ലിം ആയതല്ല. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൂട്ടർ മനസ്സിലാക്കണം. നിങ്ങൾ അഹങ്കാരം ഉണ്ടല്ലോ, ആ അഹങ്കാരം ഷജറ ഓഫീസിൽ വെച്ചോളി. സമസ്തയുടെ യാത്ര അത് പ്രസിഡന്റ് നടത്തുക. ആ പ്രസിഡന്റ് ഒരു ഷജറയാകുക. എന്നിട്ട് സമസ്തയുടെ യാത്രയിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളെ പരിഹസിക്കുക. ആര് പ്രസംഗിക്കണം ആര് പ്രസംഗിക്കണ്ടെന്ന് ഷജറ തീരുമാനിക്കുക. എന്താടോ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് താൻ പറഞ്ഞത് വാഫിയ സ്ഥാപനങ്ങളെ സമസ്ത പുറത്താക്കിയത്? പച്ചക്കളവ് പറഞ്ഞിട്ടോ. എവിടെയാണോ തറാവീഹ് നിസ്കാരം എട്ടറാക്കാത്ത വാഫിയിൽ പഠിപ്പിക്കുന്നത്? അബ്ദുസലാം ബാക്കി വടക്കേക്കാട് വാ തുറക്കട ചങ്ങാതി. ഗേറ്റ് വേഗം അടക്കണം. ഗേറ്റ് വേഗം അടക്കണം. കമ്മിന്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ ഗേറ്റ് വേഗം അടക്കണം. മൂരി കയ്യെന്ന് പോയിട്ടുണ്ട്. കുറെ ദിവസമായിക്കണു, കുറെ മാസങ്ങളായിക്കണു നിങ്ങൾ മനുഷ്യന്റെ നേരെ കുതിര കയറുന്നു. അത് വീട്ടിൽ വെച്ചോ, സ്വന്തം വീട്ടുകാരോട് നടത്തിക്കോ. സമസ്തയിൽ നടത്തണ്ടെന്ന് അബ്ദുസലാം ബാക്കി വടക്കേക്കാടുന്ന മുഷാവറങ്ങത്തിനോട് പറയാണ്. എന്നിട്ട് ശംസുല്ലമ്മയുടെ ശിഷ്യൻ അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. മമ്പുറം തങ്ങളെ പോലെ ശംസുല്ലമ്മയെ പോലെ തട്ടിവിടുക. മര്യാദക്ക് നമ്മൾ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുയ. അതുകൊണ്ട് കള്ള ഷജറകളെ, ഫിത്നക്കാരെ, ഫസാദിന്റെ അഹ്ലുകാരെ, സമസ്ത നിങ്ങളതല്ല. ഗേറ്റ് വേഗം അടക്കണം. ഗേറ്റ് വേഗം അടക്കണം. കമ്മിന്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ ഗേറ്റ് വേഗം അടക്കണം. മൂരി കയ്യെന്ന് പോയിട്ടുണ്ട്. സുഹാബികളുടെ പ്രധാനപ്പെട്ട കോളാമ്പിയാണത്. കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയ പോലെ സയ്യിദുൽ യാത്ര ഇങ്ങോട്ട് കണ്ടപ്പോൾ ഏറ്റവും ഇങ്ങോട്ട് ഹാലിളകിയിട്ട് മറിയാണ്. എന്താണ് പറയേണ്ടത് യാതൊരു ബോധവുമില്ല. ഷജറകൾ കീഴടക്കിയതാണ് സമസ്തനെ ഷജറകൾ കീഴടക്കിയതാണ് ഇപ്പോൾ പറയണത്. ചെമ്മാട്ടൊരു കോളാമ്പി ഉണ്ടായിന്. ആ കോളാമ്പി ഇപ്പോൾ വായ തുറക്കണില്ല. കാരണം പ്രധാനപ്പെട്ട ഒരു യോഗം ഉണ്ടായിരുന്നല്ലോ, ലീക്കായ യോഗം. ആ യോഗം വിലയിരുത്തിയത്രേ തഹിയ്യ വിഷയത്തിലൊക്കെ നമ്മുടെ നേതാക്കൾ അങ്ങേയറ്റം പരിഹാസ്യരാവാനുള്ള കാരണം ചില കോളാമ്പികൾ തുറന്നതാണ് എന്ന് വിലയിരുത്തുകയും അയാൾക്ക് ശക്തമായ താക്കീതും നിർദ്ദേശവും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇനി വിവാദ വിഷയങ്ങൾ വോയിസ് ഇടരുത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ചെമ്മാട്ട് കോളാമ്പി ഇപ്പോൾ തുറക്കണില്ല. ഇപ്പോൾ 4 മാസത്തിലൊരിക്കൽ ഇറക്കണ ഈ പറ്റേ പിടുത്തം വിട്ട കോളാമ്പിയാണ് ഇപ്പോൾ അവസാനം ഗതിയില്ലാതെ ഇവരെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ജിഫ്രി തങ്ങളെയും സലാം ബാക്കവി ഉസ്താദിനെയും ഹമീദ് ഫൈസിനെയും ഒക്കെ തെറി പറയാൻ, തൊള്ളെ തോന്നിയത് വിളിച്ചു പറയാൻ ഇത്രയും നിലവാരമില്ലാത്ത ആളുകളെ പുറത്തിറക്കുകയും ഈ വോയിസുകളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന സുഹാബികൾ എന്ത്
സമസ്ത സ്നേഹമാണ് നിങ്ങൾക്കുള്ളത്. ജിഫ്രി തങ്ങളടക്കം ഈ യാത്ര എല്ലാവരും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഉറ്റുനോക്കുമ്പോൾ അതിനെ വിഭജന യാത്ര എന്നും ജിഫ്രി തങ്ങൾ ഷജറ എന്നുമൊക്കെ പറഞ്ഞിട്ട് ഈ രൂപത്തിൽ പരിഹാസ്യരാവാൻ, ഈ രൂപത്തിൽ കയറ് പൊട്ടിക്കാൻ, നാട്ടി ഉസ്താദ് പറഞ്ഞ പോലെ കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയ അവസ്ഥയിൽ നിങ്ങളായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് മഹാന്മാരായ സമസ്തയുടെ ഔലിയാക്കളുടെ കറാമത്ത് തന്നെയാണ് എന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. എന്നിട്ട് ഇവൻ്റെ ഒരു വിലാപം, പുതിയ വിലാപമുണ്ട്, മറ്റേ പൂക്കോട്ടൂരിന് തെക്ബീർ കിട്ടിയില്ല എന്നുള്ള വോയിസുകൾ യൂട്യൂബിലിട്ടത് അന്യമതസ്ഥരൊക്കെ കാണല്ലേ എന്ന് ഇവൻ വിലപിക്കുക. ഇവൻ്റെ എത്ര വോയിസുകളാണ് യൂട്യൂബിൽ കിടക്കുന്നത്. മഹാനായ ജിഫ്രി തങ്ങളെയും സമസ്തയുടെ നേതാക്കളെയും നിശിതമായി വിമർശിക്കുന്ന, തെറി പറയുന്ന എത്ര വോയിസുകൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതൊന്നും മറ്റുള്ള സമുദായ അംഗങ്ങൾ കാണുന്നതിന് നിനക്കൊന്നും ലജ്ജയില്ലേ? നീ മലർന്ന് കിടന്നിട്ട് തുപ്പാണോ ചങ്ങായി? എന്താണ് നിൻ്റെ നിലവാരം? എന്താണ് നിൻ്റെ ആ വായിലൂടെ കോളാമ്പിയിലൂടെ നീ പുറന്തള്ളുന്നത് എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വാക്കിന് അസറുള്ള മഹാനാണ്. അദ്ദേഹത്തിൻ്റെ കുരുത്തക്കേട് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നിന്നെ വേട്ടയാടും എന്ന ബോധം നിനക്കുണ്ടോ? നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തക്ബീർ കിട്ടാനും അവർക്ക് പ്രസംഗം കിട്ടാനും അവർക്ക് സ്റ്റേജ് കൊടുക്കാനും അവരെ പൊന്തിച്ചു വെക്കാനും ഇത് പഞ്ചായത്ത് പരിപാടിയല്ല, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരിപാടിയാണ്. സമസ്തക്കൊരു ആദർശമുണ്ട്, ആശയമുണ്ട്. അതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളെ മാത്രമേ സമസ്തൻ്റെ ആളുകൾ അംഗീകരിക്കുള്ളൂ. എല്ലാ നല്ല സംവിധാനങ്ങളിൽ നിന്നും തെറിച്ചു പോയ കൂട്ടായ്മയാണല്ലോ സ്വഹാബികൾ. നല്ല പ്രസ്ഥാനങ്ങളിൽ നിന്ന് സമസ്തയുടെ വിദ്യാഭ്യാസ പ്രസ്ഥാനമായ വഫിയ സംവിധാനം സമസ്തയുടേതായിരുന്നു. അതിൽ നിന്ന് സമസ്തയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ അതിൽ നിന്ന് തെറിച്ചു പോയവരും, അതുപോലെ തന്നെ ഇതുപോലെ കുറേ രാഷ്ട്രീയം തലേക്കേറി സമസ്തയെ അംഗീകരിക്കാൻ കഴിയാതെ, സമസ്തയുടെ ആശയങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ തെറിച്ചു നിൽക്കുന്ന കോന്ത്രമ്പല്ലുകളും, സമസ്തയുടെ ഉള്ളിൽ ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് സംഘടനകളിൽ വരെ, അതിൻ്റെ ബൈലോകളിൽ വരെ തിരിമറികൾ നടത്തി പിടിക്കപ്പെട്ട് ജനങ്ങൾ വിചാരണ ചെയ്ത് പുറത്തു നിർത്തപ്പെട്ടവരും എല്ലാം കൂടെ ഒരൊറ്റ കവറിൽ, ഒരൊറ്റ സഞ്ചിയിൽ വന്ന് വീണതിനാണല്ലോ സുഹാബികളെന്ന് പറയുന്നത്. എന്നാൽ ആ ഒറ്റ സഞ്ചിയിൽ വന്ന് വീണ ആളുകൾക്ക് തന്നെ ഒരു അഭിപ്രായ ഏകോപനമുണ്ടോ? അപ്പോൾ ഈ ചങ്ങായിൻ്റെ ഈ അഭിപ്രായങ്ങൾ അംഗീകരിക്കുന്നവരല്ല നളന്തയിൽ ഉള്ള ആളുകൾ. ആ നളന്തയുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുന്നവരല്ല ഹക്കീം ഫൈസി ആർമി, ഹക്കീം ഫൈസിയുടെ ആളുകൾ. എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ താല്പര്യങ്ങളുമാണ്. എന്നാൽ എല്ലാം ഒരൊറ്റ താല്പര്യം, അള്ളാഹുവിൻ്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഒരൊറ്റ താല്പര്യത്തിൻ്റെ മേലിൽ നിൽക്കുന്നവരാണ് സുന്നികൾ, സമസ്തക്കാർ. മനസ്സിലാക്കിക്കോ. എന്നിട്ട് ആ സമസ്തൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് ഇടം വേണമെന്ന് പറഞ്ഞ് ഇത്തരം തരം താഴ്ന്ന വോയിസുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ നിന്നെപ്പോലത്തെ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഇവിടെ നിനക്കെന്തും വിളിച്ചു കൂവാം, അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും എന്നുള്ള ഒരു ബോധമുണ്ടായിക്കോട്ടെ. അള്ളാഹു സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.